എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റായ ഭൂഖണ്ഡങ്ങളിലൂടെ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ടത്. ഇത് ക്വസ്റ്റ്യൻ ആൻസർ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്ത്? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. ഇനി യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയുടെ പേര് യുറാൽ പർവ്വതനിര. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗണ്ട് സിൻഡ്രം. ഏഷ്യയിലെ ജനജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ കൂടുതലും കൃഷി ചെയ്തൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഇവിടം. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയിലാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഏഷ്യ. ഇനി അടുത്തത് ആഫ്രിക്കയിലെ ജനജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരും കാർഷിക ജോലി ചെയ്യുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരും കാർഷിക ജോലി ചെയ്യുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. അപ്പോൾ പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഇത് ടെസ്റ്റിലുള്ളൊരു വർക്കാണ്. ചുവടെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഭൂഖണ്ഡങ്ങളുടെ പേര് അടയാളപ്പെടുത്തൂ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതപ്പോൾ കറക്റ്റ് സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക. ഭൂപടം നിരീക്ഷിച്ച് ഏഷ്യയുടെ അതിരുകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പ്, പിന്നെ വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. അടുത്തത് ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതയുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ അതിൽ അവ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു കണ്ടെത്തി എഴുതുക. ഹിമാലയം പർവ്വതം, മഞ്ചൂരിയൻ സമതലം, താർ മരുഭൂമി. കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്താം. താഴത്ത് നമുക്ക് തന്നിട്ടുണ്ട് ലഡാക്ക് ശീത മരുഭൂമി, യാങ്സി താഴ്വര, ഡക്കാൻ പീഠഭൂമി. ഇനി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകൾ. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ, ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ, ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം കോങ്കോ നദീതടം, വിശാലമായ പുൽമേടുകൾ സാവന്ന. ഇനി ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ്. മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ, അതവിടെ തന്നിട്ടുണ്ട്. ഇനി പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഭൂപ്രദേശം ഗ്രേറ്റ് ബാരിയർ റീഫ്. ഫലഭൂയിഷ്ഠമായ നദീതടം മുറേ ഡാർലിംഗ് നദീതടം. പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ആഫ്രിക്കയിലെ കാലാവസ്ഥ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂടുകൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടുത്തെ സസ്യജന്തുജാലങ്ങള വൈവിധ്യമാണ് ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖലാ മഴക്കാടുകളും. സെറഗൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. ഓസ്ട്രേലിയയിലെ ജനജീവിതം. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമകളാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബേൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്.